ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 13-ാം അധ്യായം 10-ാം വാക്യം. ഹേ സകല കപടവും സകല ധൂർത്തും നിറഞ്ഞവനെ, പിശാചിന്റെ മകനെ, സർവനീതിയുടെയും ശത്രുവേ, കർത്താവിൻ്റെ നേർവഴികളെ മറച്ചു കളയുന്നത് നീ മതിയാക്കുകയില്ലയോ എന്ന വാക്യമാണ്. ദൈവത്തിൻ്റെ വചനം പരിശോധിച്ച് നോക്കുമ്പോൾ മനുഷ്യരുടെ ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുന്നത് എന്താണ് എന്ന് കാണുവാൻ സാധിക്കുന്നു. ഓർപ്പിച്ച വാക്യത്തിനകത്ത് ബെറേഷു എന്ന പേരുള്ള യഹൂദനായ ഒരു കള്ളപ്രവാചകൻ ബർന്നബാസിനെയും ശൗലിനെയും വരുത്തി ദൈവവചനം കേൾക്കുവാൻ ആഴമേറി ആഗ്രഹിക്കുകയും അവരെ വിളിച്ചു വരുത്തുകയും ചെയ്തു. എങ്കിലും പൗലോസ് എന്ന പേരുള്ള ശൗലിന് വളരെ കൃത്യമായ തലങ്ങളിൽ ദൈവത്തിൻ്റെ വചനം സംസാരിക്കുന്നു. എങ്കിലും അത് വേണ്ടും മറ്റുള്ളവർ കേൾക്കാതിരിക്കേണ്ടതിന് എലീമാസ് എന്ന പേരുള്ള വിദ്വാൻ അതിനെ എതിർത്തുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ നോക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവ് നിറഞ്ഞ പൗലോസ് എന്ന പേരുള്ള ശൗൽ പറഞ്ഞ വാക്കുകളാണ് 10-ാം വാക്യത്തിൽ അടങ്ങിയിരിക്കുന്നത്. തന്നോട് പറയുകയാണ്, നീ സകല കപടവും നിറഞ്ഞവനാണ്, നീ സകല ധൂർത്തും നിറഞ്ഞവനാണ്, നീ പിശാചിന്റെ മകനാണ്, നീ സർവനീതിയുടെയും ശത്രുവാണെന്നും നീ കർത്താവിൻ്റെ നേർവഴികളെ മറച്ചു കളയുന്നവനാണെന്നും ഈ തലങ്ങളിലുള്ള സ്വഭാവങ്ങൾക്ക് ഓഹരിക്കാരനായി മനുഷ്യനാണ് നീയെന്നും വളരെ കൃത്യമായി ഈ വാക്യങ്ങളിൽ ഓർമ്മപ്പെടുത്തി പറയുന്നു. കർത്താവിൻ്റെ കൈ നിന്റെ മേൽ വീഴുകയും നിനക്കത് നാശത്തിന് കാരണമായി തീരുകയും ചെയ്യുന്നു എന്ന് ഓർമ്മപ്പെടുത്തുന്ന വാക്കുകളും ഈ വചനങ്ങളിലുണ്ട്. അതുപോലെ ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ ഒരു പിതാവിന് 2 മക്കൾ ഉണ്ടായിരുന്നു. ഒരുവൻ ധൂർത്തപുത്രനായിരുന്നു. അവൻ്റെ മനസ്സിൻ്റെ അഹംനിറയെ ആഡംബര ജീവിതത്തിനു വേണ്ടി, ധൂർത്തടിക്കുന്ന ജീവിക്കുവാൻ വേണ്ടി അവൻ ആഗ്രഹിച്ച ഒരു മകനായതുകൊണ്ട് നിർബന്ധമായി അപ്പനിൽ നിന്ന് വാങ്ങിയെടുക്കുവാൻ കഴിയുന്ന തരങ്ങളിൽ വാങ്ങിയെടുത്ത് കടന്നു പോവുകയും അവൻ ധൂർത്ത് ജീവിക്കുവാനും ഇടയായി തീർന്നു എന്നുള്ളതാണ്. എന്നാൽ അവൻ്റെ ജീവിതം അവസാനമായി ചെന്നെത്തി നിന്നത് അന്തി ഉറങ്ങുവാൻ ഒരു വീടില്ലാതെ, വിശപ്പടക്കുവാൻ ഒരു ഭക്ഷണമില്ലാതെ, ഒരു സാന്ത്വന വാക്കുകൂടെ ലഭിക്കാതെ തികച്ചും തകർന്നിരുന്ന ഒരു മണ്ഡലത്തിലാണ് താൻ എത്തി നിന്നപ്പോൾ അപ്പൻ്റെ വീട്ടിലേക്ക് കടന്നു പോകണമെന്ന് താൻ ആഗ്രഹിക്കുകയും ദൈവത്തോട് താൻ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ഈ വചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. ഈ ദൈവത്തിൻ്റെ വചനത്തിലൂടെ ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു, നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് ധൂർത്തും കപടവുമായി നിറഞ്ഞിരിക്കുന്നു എങ്കിൽ, നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് സർവ്വനീതിയുടെയും ശത്രുതയുള്ളവരായി നമ്മൾ പ്രവർത്തിക്കുന്നുവെങ്കിൽ, നാം ദൈവത്തെങ്കിലേക്ക് മടങ്ങി ചെല്ലുകയും ദൈവം നമ്മെ മാനിച്ചുയർത്തുമെന്നും, അല്ല ഇതേ നിലകളിൽ മുന്നോട്ട് പോകുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ അത് തിന്മയ്ക്കും തകർച്ചയ്ക്കും കാരണമായി തീരുകയും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ദിവസങ്ങളിൽ മുന്നോട്ട് ഹൃദയത്തിൻ്റെ അകത്തലങ്ങളിൽ ഒരു തീരുമാനമെടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ അരികിലേക്ക് മടങ്ങി വരേണ്ടതിന് നമുക്ക് ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് അതിന് ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ. കരുണയുള്ള ഞങ്ങളുടെ ദൈവമേ, അങ്ങയുടെ തിരുവചനം കേട്ട എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആരുടെയും ഹൃദയത്തിൽ കപടവും ധൂർത്തും നിറഞ്ഞവരായി ദൈവത്തിൻ്റെ പ്രതികൂലമായി തകർന്നു പോവാൻ ഞങ്ങളെ അനുവദിക്കരുതേ. ദൈവത്തിലേക്ക് മടങ്ങി വരുവാൻ ഞങ്ങളെ തീർക്കണമേ. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ
ആമേൻ.